ഞാനും ശരത്തില്ലേ, ഞാനും ശരത്തും കൂടെ അന്ന് ഡിസംബർ 25, 2024, എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. സമയത്ത് ഞാനും ശരത്തും കൂടെ ഒരു പൈസ ഇല്ല കയ്യിൽ, പക്ഷെ എന്നാൽ ബീർ കുടിക്കണം. അത് ഞങ്ങൾ നുള്ളി പറക്കി 3 ബീർ മേടിക്കാനുള്ള പൈസ കൊണ്ട് കുടിപ്പിച്ച്, എന്നിട്ട് സീപ്പേഡിലോ സെൻട്രൽ പാർക്കിലാണെന്ന് അറിയത്തില്ല, റൂഫ് ടോപ്പിൽ, സീപ്പേഡാന്ന് തോന്നുന്നു, റൂഫ് ടോപ്പിൽ അത്രയ്ക്ക് അത്യാവശ്യമാണ്. കയ്യിലില്ലാത്ത പൈസ നുള്ളി പറക്കി ഞങ്ങൾ പോയി അടിച്ച്. അപ്പോൾ ഇങ്ങനെ കഴിച്ചോണ്ടി ഞങ്ങളത് 2 ബീറൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് പൈസ ഇല്ലാതെ പിച്ചിപ്പറിച്ച് കഴിച്ചോണ്ടിരിക്കുന്ന ഒരു യൂട്യൂബർ വന്നു. അവനെ ഇപ്പം ഏകദേശം 2.3 മില്യനൊക്കെ ഫോളോവേഴ്സ് ഉള്ള ഒരു യൂട്യൂബറാണ്. ആള് യൂട്യൂബർ, ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ഒക്കെ. ഞാൻ വീഡിയോ കാണാറുണ്ട്, കോമഡി വീഡിയോ ആണ്, എല്ലാം സൂപ്പർ വീഡിയോ അല്ല, എന്നാലും കൊള്ളാം, നമ്മളൊന്നും ചെയ്യാത്തവർക്ക് നോക്കണം. അപ്പം എനിക്ക് പുള്ളി ഒരു ഇതുണ്ട്. ഞാനിങ്ങനെ പോയി വാഷ്റൂമിൽ ചെല്ലുന്ന സമയത്ത് പുള്ളിക്കാരൻ കൈയ്യടി ഇങ്ങനെ വന്നു. അപ്പോൾ ഞാൻ പോയി സംസാരിച്ചു പുള്ളിയോട് സംസാരിച്ചപ്പോൾ പുള്ളിക്കാരൻ അത്യാവശ്യം നല്ലതായിട്ട് സംസാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, ഇവൻ നമ്മളെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്, അത് നമ്മുടെ ഭാഷ പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് നല്ല രീതിയിൽ ഡബിൾ മീനിങ്ങിലൊക്കെ വരുന്നത് പറയുന്നത്. അപ്പം എനിക്കാണ് എൻ്റെ പൊന്നടിയ, പക്ഷേ ഇവനൊരു ഇത്ര വലിയ ആർട്ടിസ്റ്റ് അല്ലേ എന്നുള്ള മൈൻഡ്. പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ ഓൾറെഡി ഒരു കുശുമുണ്ട്. കാര്യം ഇവനൊക്കെ സെറ്റപ്പ് ആയാലും നമ്മളൊന്നും ആയില്ലല്ലോ, നമ്മളിപ്പോൾ വീഡിയോ ഇട്ടാലും 100 ലൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഇവൻ്റെ തസ്വയപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനെന്ത് ചെയ്ത്, അങ്ങനെ ഇവനങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമുക്കങ്ങ് ദേഷ്യം കൂട്ടുന്ന ശേഷം അവൻ എന്തിന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞാൽ എല്ലാം കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നത്. എനിക്കങ്ങ് ഇതായി. ഞാൻ എന്നിട്ട് എന്ത് ചെയ്ത്, കണ്ണാടി നോക്കിയിട്ട് ഇങ്ങനെ ഷേയൊക്കെ പറഞ്ഞ് മുഖത്ത് വെള്ളമൊക്കെ ഒഴിച്ച് അവിടെ വെച്ച് ഞാൻ പ്രതിജ്ഞ എടുത്തു. അടുത്ത 2025 ഡിസംബറിൽ ഇതേ സ്ഥലത്ത് ഞാൻ വരും. അപ്പം ഞാൻ ആരാണെന്ന് ഇവന് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ കണ്ണാടി നോക്കി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അതിന് ഡേറ്റൊക്കെ ഇട്ട് കുറേ ക്യാപ്ഷനൊക്കെ അടിച്ച് സ്റ്റോറിയാക്കി ഹൈലൈറ്റ് ആക്കി എൻ്റെ കൂട്ടുകാരന്മാരെല്ലാം മെൻഷൻ ചെയ്തിട്ട് വെച്ചിട്ട് ഇപ്പം എൻ്റെ കൂട്ടുകാരന്മാരും എന്നെ നോക്കാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ ഡിലീറ്റ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം 2026 ജാനുവരി ആയി. മിണ്ടാതിരുന്നായിരുന്നെങ്കിൽ ആ വെള്ളത്തിൻ്റെ പുറത്ത് ഞാനതങ്ങ് മറന്നേനെ. ഈ സാധനം എടുത്ത് സ്റ്റോറി ആക്കി ഇത് ഹൈലൈറ്റ് ആക്കി